കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരുപാട് പേരുടെ ജനകോടികളുടെ വികാരമായ ഒരു ടീം, അല്ലെങ്കിൽ മഞ്ഞപ്പടം. ഓക്കെ, സോ മഞ്ഞപ്പടന്റെ ഫസ്റ്റ് കളിക്ക് ശേഷം തുടർച്ചയായി തോൽവികൾ മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് മഞ്ഞപ്പട. ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റിന്റെ പറഞ്ഞ ഏകദേശം 5-ാം തീയതി, നവംബർ 5-ാം തീയതി ശനിയാഴ്ചയാണ്. സോ ഇന്ന് വൈകുന്നേരമാണ് കേരളത്തിന്റെ കളി നടക്കാൻ പോകുന്നത്. സോ എനിക്ക് ഇന്നത്തെ കളിയെ കുറിച്ച് എനിക്ക് എന്താ അറിയത്തില്ല. പക്ഷെ ഇതിന് മുമ്പ് എല്ലാ കളിയും തോൽവികൾ മാത്രം നേരിട്ടത് ഒരു ജയത്തിന് ശേഷം. ഓക്കെ, ഫസ്റ്റ് കളി ജയിച്ചു, ബാക്കിലൊക്കെ തോൽവി നമുക്ക് അറിയുന്ന പോലെ തന്നെ. ഇതിന് ശേഷം എനിക്ക് സംഭവിച്ച എനിക്ക് ഒരിക്കലും അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരുപാട് പ്രമുഖരായ സെലിബ്രിറ്റീസ് ഒക്കെ കേരളത്തിന് സപ്പോർട്ട് ചെയ്താണ് രംഗത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട സെലിബ്രിറ്റിയാണ് കല്യാണി പ്രിയദർശൻ. കല്യാണി പ്രിയദർശൻ അറിയാത്ത വളരെ ചുരുക്കം ആൾക്കാരും മലയാളികൾ ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ അടുത്തൊരു 10 സിനിമ ഇറങ്ങിയ ഏകദേശം 4 സിനിമയും കല്യാണി പ്രിയദർശന്റെ സിനിമ ആയിരിക്കും. ഓക്കെ, കാരണം അത്രയും രീതിയിൽ തല്ലുമായ പോലത്തെ വമ്പൻ ഹിറ്റ് സിനിമകളൊക്കെ അഭിനയിച്ചൊരു വ്യക്തിയാണ് കല്യാണി പ്രിയദർശൻ. ഓക്കെ, സോ കല്യാണി പ്രിയദർശൻ കേരളത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോക്ക് താഴെ വന്ന കമന്റ്സ് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകണം. ഓക്കെ, സോ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിവേ, 3, 2, 1 start. Hi, I'm Kalyani Priyadarsan. This jersey and this color unites every Malayali out there. So this season, let's wear this vibe and support our team like never before. Many thanks to Kerala Blasters for this lovely gesture. May this season bring glory and happiness to every fan for who yellow is an emotion. Hi, I'm Kalyani Priyadarsan. So guys, ഇതാണ് ആ വീഡിയോ. ഓക്കെ, ഇനി ഞാൻ ഈ വീഡിയോക്ക് അടിയിൽ വന്നിട്ടുള്ള 2-3 കമന്റ്സ് ആണ് റിയാക്ഷൻ ചെയ്ത് കാണിച്ചത്. ഓക്കെ, സോ ഈ വീഡിയോക്ക് അടിയിൽ വന്നിട്ടുള്ള 2-3 കമന്റ്സ് ആണ് കാണിച്ചത്. ഓക്കെ, ഫസ്റ്റ് കമന്റ് ഞാൻ കാണിച്ചതാ. എങ്ങനെ ഫിലിം സ്റ്റാർ ഒക്കെ ഉണർക്ക് മലയാളം അറിയില്ലേ? കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ടീം, പ്രീമിയർ ലീഗ് ടീം ഇല്ല, മലയാളം മതി. ഓക്കെ, അത് ശരി, മലയാളം പറയാ. ഓക്കെ, നെക്സ്റ്റ് കമന്റ്സ് നോക്കുകയാണെങ്കിൽ, ഇനി വേൾഡ് കപ്പ് ആണോ വരുന്നത്? മലയാളികളാണ് കൊച്ചേ, ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്, മലയാളം പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിന്. സബ് ടൈറ്റിൽ പറഞ്ഞ് ഒരു ഇമോജി ഇട്ടെടുത്തിട്ടുണ്ട്, പൊളിക്കും. കേരളത്തിലുള്ളവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. സബ് ടൈറ്റിൽ കിട്ടുമോ തേങ്ങ? ബ്ലാസ്റ്റേഴ്സ് കപ്പ് ആരാ എന്നും ചോദിച്ചപ്പോ പറയുക സുനിൽ ഛേത്രി. സോ മലയാളം അറിയില്ല എന്ന് തോന്നുന്നു, അതിന് നിങ്ങൾ ആരാ? ജോസഫെ, കുട്ടിക്ക് മലയാളം അറിയാം, മലയാളം അറിയില്ല കുട്ടി. സോ ഒരുപാട് പേര് മലയാളം അറിയില്ല, എണീച്ച് പോടി എന്നൊക്കെ പറയും. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള വേർഡ്സ് വെച്ച് കമന്റ് തന്നെ കണ്ടു. ഓക്കെ, ഒരുപാട് കമന്റ്സ് ഉണ്ട്, എനിക്ക് ഫുൾ കമന്റ്സും കിട്ടിയില്ല. ആദ്യം നോക്കുമ്പോൾ പിന്നെ കമന്റ്സ് കിട്ടത്തില്ലല്ലോ, അങ്ങനെയാണല്ലോ. ഓക്കെ, സോ ഒരുപാട് രീതിയിൽ നെഗറ്റീവായിട്ട് വന്നൊരു സംഭവമാണ് നമ്മുടെ കല്യാണി പ്രിയദർശൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇറക്കിയപ്പോൾ. എനിക്ക് ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, കല്യാണി പ്രിയദർശനെ കുറിച്ച് അറിയാത്തവർക്ക് മെയിൻലി ഒരു കമന്റ് ഇട്ട് നോക്കുക. കാരണം കല്യാണി പ്രിയദർശന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജനിച്ച് വളർന്നത് കേരളത്തിന് പുറത്താണ്. കാരണം എനിക്ക് തോന്നുന്നു ദുബായ് എന്റെ ഒരു അറിവ് വെച്ച് തോന്നുന്നു. സോ ദുബായ് അല്ലെങ്കിൽ UK എവിടെയാണ്. സോ എന്തായാലും കേരളത്തിന്റെ പുറത്താണ് ജനിച്ചത്. സോ ആ ഒരു കുട്ടി കേരളത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കുട്ടിയല്ല, ആ ഒരു വ്യക്തി കേരളത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നല്ലൊരു വീഡിയോ ഇറക്കിയിട്ട് അതിന് താഴെ മലയാളം പറയൂടിയും മലയാളം പറയത്തില്ല. സോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമിന് കേരളത്തിന് പുറത്തും, യു മീൻസ് മലയാളികളല്ല, കേരളത്തിന് പുറത്തുള്ള മലയാളികളല്ല, അല്ലാതെ കേരളത്തിന് പുറത്ത് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട്. സോ അത്രയും നല്ലൊരു ടീമില് ഒരിക്കലും മലയാളികൾ മാത്രമല്ല, ചിലപ്പോൾ തമിഴ് ആൾക്കാരാണ്. കാരണം കേരളത്തിന് അത്രയധികം ഫാൻസ് ഉണ്ട്, അത് മലയാളികൾ പോലും അല്ലാത്ത കുറച്ച് ഫാൻസ് ഉണ്ട്. സോ എല്ലാവർക്കും മലയാളം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലൊക്കെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ആണെങ്കിൽ മലയാളം അറിയാം. അതൊക്കെ എവിടുത്തെ എനിക്ക് അറിയുന്നില്ല. പിന്നെ ഈ കമന്റ് ഇട്ട് വല്ല പണിക്കും പോയി ജീവിച്ചു വിട്രാ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിനെ കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തൊക്കെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യും. ഓക്കെ.